ഹലോ ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വേറൊന്നുമില്ല, ചെറിയൊരു കുക്കിംഗ് ആണ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കൂന്തൽ നിറച്ചതില്ലേ, അത് നമുക്ക് എങ്ങനെ വീട്ടിൽ നിർമ്മിച്ചെടുക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കുറച്ച് വൃത്തിയാക്കി കണവ എടുക്കാം. അതിനുശേഷം നമ്മുടെ കണവയുടെ പുറത്ത് കാണുന്ന ഈ ചിറക് പോലത്തെ ഭാഗം നമുക്കൊന്ന് പറിച്ച് മാറ്റാം. അതിനുശേഷം നമ്മുടെ പറിച്ച് മാറ്റിയ ഭാഗങ്ങളെല്ലാം നല്ല കുനുകുനാന്നൊന്ന് അരിഞ്ഞെടുക്കാം. നമ്മുടെ കണവയുടെ ബാക്കി പീസെല്ലാം നമ്മളിത് നന്നായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കിനി അടുപ്പൊന്ന് കത്തിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മുടെ പാനും അടുപ്പത്ത് വെച്ചെടുക്കാം. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് 2 മുട്ട ബീറ്റ് ചെയ്ത് ഒന്ന് മുട്ട ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കാം. നല്ല ചെറിയ ചെറിയ പീസായിട്ട് വരുന്ന വിധത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് ചിക്കിയെടുക്കണം. വലിയ പീസായി പോകരുത്, കാരണം നമുക്കിത് നമ്മുടെ കൂന്തലിലോട്ട് നിറയ്ക്കാനുള്ളതാണ്. അതുകൊണ്ട് മാക്സിമം ചെറിയ പീസായിട്ട് വരുന്ന വിധത്തിലോട്ട് നമുക്കൊന്ന് ചിക്കിയെടുക്കാം. അങ്ങനെ കുറച്ച് നേരത്തെ പരിശ്രമത്തിനൊടുവിൽ നമ്മളങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കതിനെ ചെറിയൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. അതിനുശേഷം നമ്മുടെ പാൻ വീണ്ടും അടുപ്പത്ത് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്കതിലോട്ട് കുറേശ്ശെ കടുക് തന്നിട്ട് അപ്പോഴേക്കും നമുക്ക് അടുത്ത പണി നോക്കാം. ഒരു സവാള എടുത്തതിന് ശേഷം അതിന് ഇതേപോലെ നല്ല കുനുകുനാന്നൊന്ന് അരിഞ്ഞെടുക്കുക. അപ്പോൾ അതേ നമ്മുടെ കടുക് നല്ല ചടപടാന്ന് പൊട്ടുന്നുണ്ട്. അപ്പോൾ അത് ഏകദേശം പൊട്ടി തീരാറാകുമ്പോൾ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ആ ഒരു സവാള ഇതിലായിട്ടൊന്ന് തട്ടിക്കൊടുക്കാം. ഇനി നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് നേരം നമുക്കിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. നമ്മുടെ സവാള കുറച്ച് വഴണ്ടതിന് ശേഷം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും നമുക്ക് നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. അതിനുശേഷം നമ്മുടെ ഒരു പാനിലോട്ടൊന്ന് തട്ടിക്കൊടുക്കാം. അതിനുശേഷം നമുക്കിതും കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത് ഏകദേശം നമ്മുടെ ഉള്ളിയെല്ലാം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചായിരുന്ന നമ്മുടെ ആ ഒരു കണവയുടെ ചെറിയ ചെറിയ പീസുകൾ ഇതിലോട്ടൊന്ന് തട്ടിക്കൊടുത്ത് അതും കുറച്ച് നേരം നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒന്നിനും ഒരു കൃത്യമായ ഒരു അളവ് പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ എടുക്കുന്ന കണവയുടെ അളവായിരിക്കില്ല നിങ്ങൾ എടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ച് ഏകദേശം അളവിന് മസാലകളെല്ലാം ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ അതേ നമ്മുടെ ഏകദേശം നമ്മുടെ സവാളയെല്ലാം വഴറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മസാലകളെല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ എല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചിക്കി വെച്ചായിരുന്ന ആ ഒരു മുട്ട നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയും മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു മുറി തേങ്ങ ചിരകിയത് നമുക്ക് ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതും കഴിഞ്ഞതിന് ശേഷം അവസാനം നമുക്ക് പാകത്തിന് ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പണി കഴിഞ്ഞതിന് ശേഷം നല്ല പച്ച ഓലയുടെ ഈർക്കിൽ നമുക്ക് കുറച്ച് കട്ടിയുള്ള ഭാഗം നോക്കി ഒന്ന് എടുക്കാം. അതിനുശേഷം ഈ ഒരു നീളത്തിന് കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ ഒരു വശം നമുക്ക് നന്നായിട്ടൊന്ന് കൂർപ്പിച്ചും കൂടി എടുക്കണം. നമ്മുടെ കയ്യിലുള്ള കണവയുടെ എണ്ണത്തിനനുസരിച്ചാണ് ഇത് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഓരോ കൂന്തലായി എടുത്ത് അതിനകത്ത് നമ്മളിപ്പോൾ ചെയ്ത് വെച്ച ആ ഒരു മിക്സ് ഒന്ന് നിറച്ച് കൊടുക്കാം. നിറച്ചെടുക്കുമ്പോൾ ഏകദേശം 3/4 ഭാഗം മാത്രമേ നിറയ്ക്കാവൂ.
അതിനുശേഷം നമ്മുടെ കണവയുടെ ആ ഒരു ഹെഡ് എടുത്തതിന് ശേഷം ഈർക്കിൽ ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് കോർത്തെടുക്കുക. ഇത്രയും നമുക്കെടുത്ത് നന്നായി ഒന്ന് കോർത്ത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇനി നമ്മളിത് ആവിയിലാണ് വേവിക്കുന്നത്. അതുകൊണ്ട് ഒരു ഇഡലി പാത്രം എടുത്ത് അത് ആവിയിൽ വേവിക്കാൻ പാകത്തിനുള്ള തട്ടും വെച്ച് അതിലോട്ട് നമ്മുടെ കണവകളെല്ലാം ഓരോന്നോരോന്നായിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു കണവയുടെ കാലൊക്കെ വെന്തിട്ട് വിട്ട് പോയിട്ടുണ്ട്. അത് കുഴപ്പമില്ല. നമുക്കിനി അവസാന മസാല പരിപാടിയും കൂടെ നോക്കാം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് കുറച്ച് ചൂടാനായിട്ട് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് ആ ഒരു പച്ചമണം മാറുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതേ നമ്മുടെ മസാലകളെല്ലാം നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചായിരുന്ന ആ ഒരു കണവ ഓരോന്നോരോന്നായിട്ട് ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഓരോ കണവയിലും നമ്മുടെ മസാല പുറത്ത് പിടിക്കുന്ന വിധത്തിൽ ചെറുതായിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കൂന്തൽ നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കാം. നോക്കിയിട്ട് പറയടാ. പൊളി സാധനം.